ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിപ് പിഗ്മെന്റേഷനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ലിപ്സിൽ പിഗ്മെന്റേഷൻ വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ലിപ്സിന്റെ കളർ മാറിയിട്ട് ഇരുണ്ട കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, അതായത് കറുത്ത കളർ നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചുണ്ടൊക്കെ കറുത്തിരിക്കും, അതായത് നോർമലി ഉള്ള ആ ഒരു ചുണ്ടിന്റെ കളർ അല്ലായിരിക്കും, നല്ല കറുത്ത് ഇരുണ്ടൊക്കെ ഇരിക്കുന്നതിനെയാണ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടാകും. ഫസ്റ്റ് എന്ന് പറയുന്നത് യു വി റേസ്, അതായത് സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന യു വി റേസ് കാരണം നമ്മുടെ ലിപ്സിന്റെ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, സ്മോക്കിംഗ് എന്ന് പറയുന്നത്, പുകവലിക്കുന്നത് ലിപ്സ് നന്നായിട്ട് കറുക്കാൻ, അതായത് പിഗ്മെന്റേഷൻ വരാനൊരു കാരണമാകുന്നു. ഇനി മൂന്നാമത്തെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നവരാണ് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡാർക്ക് ആവും. ചുണ്ട് കറുത്തു പോകാൻ ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക് അല്ല, ഇനിയിപ്പോൾ ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക് ആണെങ്കിലും അതിൽ ചില ഇൻഗ്രീഡിയൻസ് കാരണം നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ പല പ്രോബ്ലംസ് കാരണം നമ്മുടെ ചുണ്ട് ഇങ്ങനെ പിഗ്മെന്റഡ് ആവും. എൻ്റെ ചുണ്ട് കുറച്ച് പിഗ്മെന്റഡ് ആവാൻ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടിട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന ആളാണ്. അതായത് ഫസ്റ്റ് എനിക്ക് ജോലി കിട്ടിയ സമയം തൊട്ടിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോഴും തൊട്ടിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. അന്ന് നമുക്ക് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ പിഗ്മെന്റഡ് ആവും എന്നുള്ള കാര്യങ്ങളൊന്നും അത്ര അറിവില്ലല്ലോ. ഞാൻ എന്താ ചെയ്യുക, ഡയറക്റ്റ് തന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുള്ളൂ. എപ്പോഴും നമ്മൾ ലിപ് ബാംസ് അപ്ലൈ ചെയ്തിട്ട് മാത്രം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടിട്ടും നമ്മുടെ ചുണ്ട് പിഗ്മെന്റഡ് ആവും കേട്ടോ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ പോലും ലിപ്സ് നന്നായിട്ട് പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ ഹൈഡ്രേഷൻ നോക്കുക. അതോടൊപ്പം തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നമ്മുടെ ലിപ്സിൽ പിഗ്മെന്റേഷൻ ഒന്നും വരാത്ത ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നല്ല ലിപ്സ്റ്റിക്സ് മാത്രം യൂസ് ചെയ്യുക. ഇനി നല്ല ലിപ്സ്റ്റിക്സ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാലാവധി കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. കെയർ ആയിട്ട് ലിപ്പ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓവർനൈറ്റിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ലിപ്പ് മാസ്ക് ഒക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണ് ഓർത്തത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ലിപ് ബാം ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൂളൊക്കെ ആപ്ലിക്കേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ചുണ്ടിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. ഇത് എല്ലാവർക്കും, അതായത് ബോത്ത് മെൻ ആൻഡ് വിമന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലിപ് ബാമാണ്. SPF ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്, ഒരുപാട് എമൗണ്ട് ഒന്നും ഇല്ല ഈ ലിപ് ബാമിന്. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ SPF അടങ്ങിയിട്ടുള്ള, അതായത് SPF 30+ അടങ്ങിയിട്ടുള്ള ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. ഇപ്പോൾ SPF 30നെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലുണ്ട്, SPF 40 ഒക്കെ ഉണ്ട് കേട്ടോ, 40+ ഒക്കെ ഉണ്ട്. ബ്രൈറ്റനിങ് ലിപ് ബാമാണ്, അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബോഡ് സ്പെക്ട്രം ഒക്കെ ഉള്ള ഒരു നല്ലൊരു ലിപ് ബാമാണ്. ഇതിൽ വൈറ്റമിൻ C ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റെനിയുടെ PH ബാലൻസ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ ചുണ്ടിന്, നമ്മുടെ സ്കിന്നിന് അനുയോജിച്ച കളറായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക കേട്ടോ, ഒന്ന് കൺട്രോൾഡ് ആക്കാന്നല്ല, സ്മോക്കിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ UV റേസ് കൊണ്ടിട്ട് നമ്മുടെ ലിപ്സ് പിഗ്മെന്റഡ് ആവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള എഫക്റ്റീവ് മെത്തേഡ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ലിപ് ബാംസ് യൂസ്, വെറും ലിപ് ബാംസ് യൂസ് ചെയ്യരുത്, SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ആണ് ഇപ്പം കൂടുതലായിട്ടും വരുന്നത്. നല്ല ലിപ് ബാംസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം നല്ലതാണ്, നമ്മുടെ വിഷ്കെയറിൻ്റെ ലിപ് ബാം ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. അതിൽ SPF ഞാൻ വാങ്ങിയിട്ടുള്ള ലിപ് ബാമിൽ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ എവിടെയോ ഞാൻ ലിപ്സ്റ്റിക്കല്ല സോറി, ലിപ് ബാം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ലിപ് ബാം കിട്ടിയിട്ടുണ്ട്. ഇതിൽ SPF ക്വാണ്ടിറ്റി 30+ ആണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ SPF 40+ഉം 50 ഒക്കെ അടങ്ങിയിട്ടുള്ള ലിപ് ബാംസ് അവൈലബിൾ ആണ് കേട്ടോ.
അങ്ങനത്തെ ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഡേ ടൈമിൽ ലിപ് ബാം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും നിങ്ങൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഹോം റെമഡീസ്, അതായത് നമ്മുടെ ഹണിയും ഷുഗർ, അതായത് പഞ്ചസാരയും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് മെല്ലെ സ്ലോലി ഒന്ന് പതിയെ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലിപ് സ്ക്രബാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും പറ്റും, പിഗ്മെന്റേഷൻ കുറയ്ക്കാനും പറ്റും. വീക്ക്ലി ഒരു 3 അല്ലെങ്കിൽ 2 ടൈംസ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു കുറച്ച് നേരം മാത്രം സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് നേരം വെയിറ്റ് 10 മിനിറ്റ് ഒക്കെ മേ ബി വെച്ചിട്ട് അതിനുശേഷം പതിയെ ഒന്ന് ജെന്റിലി ഒന്ന് മസാജ് ഓവർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രബ് ചെയ്തിട്ട് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ഇനി നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താലും മതി. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഹണിയും അതായത് റോസ് വാട്ടറും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ ലീവ് ഇറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ തേൻ മാത്രം നമ്മൾ നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ലീവ് ഇറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. തേൻ ഓവർനൈറ്റ് ത്രൂ ഔട്ട് ലീവ് ഇറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ ഓവർനൈറ്റ് അങ്ങനെ ചെയ്യുമ്പം ചുണ്ടിൽ എന്താ പറയുക, തേനൊക്കെ ആയത് കൊണ്ടിട്ട് തന്നെ ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് ഈ സ്ക്രബ് അല്ലെങ്കിൽ ഈ പാക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക കേട്ടോ. കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഓവർനൈറ്റ് ഇനി വെക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 4-5 മണിക്കൂറൊക്കെ നമുക്ക് നൈറ്റ് ടൈമിലാണെങ്കിലും വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും പിഗ്മെന്റേഷൻ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുണ്ടിന് നല്ലൊരു പിങ്കിഷ് ടോണൊക്കെ നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. ഇപ്പം നൈക്കിലും ആമസോണും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ ഉണ്ട്. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വിഷ് കെയർ നല്ല ബ്രാൻഡാണ് കേട്ടോ, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിൽ 1% വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 0.1% റിസോഴ്സിനോൾ എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പേര് തന്നെ ബ്രൈറ്റനിങ് ലിപ് ബാം എന്നാണ്. അതായത് നമ്മുടെ ചുണ്ട് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് എനിക്ക് ഇതിന്റെ ആ ഒരു ടെക്സ്ചർ ഒന്നും ഇഷ്ടമില്ലായിരുന്നു. കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എൻ്റെ ഹെവി ആയിട്ട് ഒരു മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ത്രൂ ഔട്ട് ഈ ഒരു ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് എനിക്ക് ഈ ഒരു ലിപ് ബാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നതോട് കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലിപ് ബാം യൂസ് ചെയ്തിട്ട് നമ്മൾ നോക്കാണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പിന്നെന്താ പറയുക, ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലിപ് ബാം യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ് ബാം ആണ്. അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. 200 സംതിങ് റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നൈക്കിൽ ആമസോണിലൊക്കെ നല്ല ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലും കുറവ് പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. 2 വർഷമാണ് ഇതിന്റെ ഷെൽഫ് ലൈഫ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ലിപ് ബാം കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ചുണ്ടൊന്ന് വരണ്ടെന്ന് തോന്നുമ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അത്യാവശ്യം നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ചുണ്ടിൽ നിൽക്കുന്ന ഒരു ലിപ് ബാം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ലിപ്സിലെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.